ഹലോ, എല്ലാവർക്കും സ്കെച്ച് മീഡിയയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായ ഒരു റെസിപ്പിയും കൊണ്ടാണ്. മക്രോണി കേക്ക് അല്ലെങ്കിൽ മക്രോണി പോള. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കൊണ്ട് അത് കഴിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗം കൂടിയാണിത്. ഇതിൽ നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. അതുപോലെ തന്നെ കുറച്ച് ചിക്കനും മക്രോണിയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മക്രോണി ഞാൻ വേവിച്ചെടുത്തതാണിത്. ഒരല്പം ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും ഒഴിച്ച് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത മക്രോണിയാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെജിറ്റബിൾസാണ്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഗ്രീൻ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, അതുപോലെ വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തത്, മല്ലിയില, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി. ഇത്രയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ക്യാബേജ് ഇടാം, അതുപോലെ സ്പ്രിംഗ് ഒനിയൻ, ബീൻസ് ഇടാം, അതെല്ലാം ഇടാം കേട്ടോ ഇതിൽ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തത് ചെറുതായി പിച്ചി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം, കുറച്ച് മതി. ഇതൊന്ന് വഴറ്റാൻ ആവശ്യമുള്ള ഓയിൽ മാത്രം മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന് മുൻപ് ചെയ്ത മുത്തബക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ മസാല ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്ന ഒരു റെസിപ്പി ഉണ്ടെന്ന്. അതാണിത്. ഇതിൻ്റെയും മുത്തബക്കിൻ്റെയും മസാല ഏകദേശം സെയിം ആണ്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ഒരുപാട് വഴറ്റൊന്നും വേണ്ട. വെജിറ്റബിൾസ് എല്ലാം ഒരുപാട് വേവണ്ട, കുറച്ചൊരു ഹാഫ് വേവിലായി കിടന്നാൽ മതി. കാരണം ഇതിനി നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്തിട്ടാണ് പോള റെഡിയാക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അതൊന്നുകൂടെ വേവും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ വെജിറ്റബിൾസിലേക്കും വേണ്ട ഉപ്പ് മതി. മക്രോണിയിലും ചിക്കനിലും നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മുത്തബക്കിലെ മസാലയിൽ നിന്ന് ഇതിലേക്ക് ആകെ 2 ഇൻഗ്രീഡിയൻസേ കൂടുതലുള്ളൂ. ഇനി അത് ഇല്ലെങ്കിലും പ്രശ്നമില്ല, അതിൻ്റെ മസാല ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ പിച്ചി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ ഒരു എരിവിൻ്റെ ലെവലനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി സുർക്ക ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. സോയാ സോസ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മക്രോണി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട എടുക്കാം. ഞാനിവിടെ ആദ്യം 3 മുട്ടയാണ് എടുക്കുന്നത്. അത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടിയിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് മുട്ട കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റേതിപ്പോൾ എനിക്ക് മുട്ട കുറവാണെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇനി നമുക്കിതിലേക്ക് മക്രോണി കൂടെ ഇടാനുള്ളതല്ലേ. അപ്പോൾ കുറച്ചുകൂടെ മുട്ട വേണം. അതുകൊണ്ട് ഞാൻ 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടലി ഞാൻ 4 മുട്ട യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതും ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് മക്രോണിക്കുള്ള അളവാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇനി മക്രോണി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഒരു അടപ്പുള്ള പാത്രത്തിലോ ഒഴിച്ച് വെക്കാം. ഞാൻ താഴെ ഒരു തവ വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ ഓയിലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിന് മുകളിലൊന്ന് സ്പൂൺ വെച്ച് നിരപ്പാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊരു അടപ്പ് വെച്ച് കവർ ചെയ്യണം. നല്ല ടൈറ്റായിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് തന്നെ മൂടുക. ഇത് സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ, വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഒരു 10-12 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയാകും. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, സൈഡൊന്നും കരയണില്ലല്ലോ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോൾ ഒരു പകുതി സമയമായപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇപ്പോൾ ഇത് എൻ്റേത് ഒരു 12 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ടുണ്ട്. എൻ്റേത് മുകളിലെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിലെ ഭാഗം വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വലിയൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ഇത് അതിലേക്ക് തിരിച്ചിടുക. അപ്പോൾ തിരിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇത് മുകൾ ഭാഗവും നന്നായി കുക്കായി കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിളായ മക്രോണി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.